ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് പത്തരമാറ്റിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി ഭാഗത്തിലേക്ക് പോകാം. അതിനു മുമ്പ് ഇതൊരു പുതിയ ചാനലാണ്, അതുകൊണ്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ഇന്ത്യയിലെ നമ്പർ 1 ഡിസൈനറായി നയനയെ തിരഞ്ഞെടുത്തതിൻ്റെ സന്തോഷത്തിലാണ് അനന്തപുരി മൊത്തം. അങ്ങനെ നയനയുടെ ഇൻ്റർവ്യൂ എടുക്കാനായി ഒരുപാട് ചാനലുകാരൊക്കെ ഇങ്ങനെ അനന്തപുരിയിലേക്ക് വരികയാണ്. അങ്ങനെ ഇൻ്റർവ്യൂ സമയത്ത് ഞാൻ അനന്തപുരിയിൽ വന്നതാണ് ഇങ്ങനെയൊരു നേട്ടം എനിക്കുണ്ടാകാൻ കാരണമെന്നും, അല്ലായിരുന്നെങ്കിൽ ഞാനും എൻ്റെ ആ പഴയ ആർട്ട് ഗ്യാലറിയും കൊച്ചു കൊച്ചു വർക്കുകളുമായി മുന്നോട്ട് പോകുകയുള്ളായിരുന്നുവെന്ന് നയന സംസാരിക്കുകയാണ്. അതുകൂടി പറയുമ്പോൾ അനന്തപുരിയിൽ മൂർത്തി സാറിനും വസുന്ധരാമ്മയ്ക്കും ആദർശിനും ഒക്കെ സന്തോഷമാവുകയാണ്. ആദർശിനാണെങ്കിൽ നയനയുടെ ഈ നേട്ടത്തിന് എന്താണ് കൊടുക്കുക എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. എന്നാൽ നയനയാകട്ടെ ആദർശ് ഇതുവരെ തന്നെയൊന്ന് അഭിനന്ദിച്ചില്ലല്ലോ എന്ന സങ്കടവും. എന്നാൽ ഇൻ്റർവ്യൂ സമയത്ത് നയനയുടെ നേട്ടത്തിനെല്ലാം അനന്തപുരിയുടെ സന്തോഷത്തിലും കാലി പൂണ്ടു നിൽക്കുകയാണ് ദേവയാനി. ദേവയാനിക്ക് അന്നേരം അങ്ങോട്ട് ഒട്ടും സഹിക്കുന്നില്ല നയനെ ഇങ്ങനെ എല്ലാവരും പുകഴ്ത്തുന്നതും ഒന്നും. എന്നിരുന്നാലും അതൊന്നും പുറത്ത് കാട്ടാതെ ചാനലുകാരുടെ മുമ്പിൽ വന്നിങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നീട് നയന ആദർശ് ഇങ്ങനെ മാറിയതിനെക്കുറിച്ചും എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തനിക്ക് ഷേക്ക് ഹാൻഡ് തന്നതുമൊക്കെ ഇങ്ങനെ ഓർത്തു ഇങ്ങനെ പരിസരം പോലും മറന്നിങ്ങനെ നിൽക്കുകയാണ്. കാര്യം നയനയ്ക്ക് ഇത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു അംഗീകാരമാണ് ആദർശിൻ്റെ മുന്നിൽ നിന്നും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആദർശും അതേ അവസ്ഥയിൽ തന്നെയാണ്. രണ്ടുപേർക്കും പരസ്പരം ആ സ്നേഹം എങ്ങനെയൊന്ന് പ്രകടിപ്പിക്കും എന്ന ഒരു സംശയത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം അവരിതുവരെയും ഭാര്യ ഭർത്താക്കന്മാരെ ജീവിച്ചിട്ടില്ലല്ലോ. എന്നാൽ ആദർശനാണെങ്കിൽ സർവ്വ അധികാരത്തോടും കൂടി തൻ്റെ ഭാര്യയെ ഒന്ന് അടക്കി പിടിക്കണമെന്നുമുണ്ട്. പക്ഷേ അയാളുടെ മനസ്സ് അതിനെ അനുവദിക്കുന്നുമില്ല എന്തോ. പിന്നീട് നയന വരുമ്പോൾ ഈ കാര്യം തന്നെ ആദർശ് ഇങ്ങനെ തുറന്നു പറയുന്നുമുണ്ട്. പിന്നീട് തനിക്ക് ഒരച്ഛനാകണമെന്നും അബിക്ക് ഒരു കുഞ്ഞു പിറക്കാൻ പോവുകയാണ്. പിന്നെ അനിയുടെ വിവാഹം കൂടി കഴിഞ്ഞാൽ അവർക്കും താമസിക്കാതെ ഒരു കുഞ്ഞ് ജനിക്കും. അപ്പോൾ നമ്മളായിട്ടിങ്ങനെ മാറി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് നമുക്കും എത്രയും വേഗം ഒരു കുഞ്ഞുണ്ടാകണം എന്നൊക്കെ ഇങ്ങനെ ആദർശ് നയനയോട് പറയുകയാണ്. ആദർശിൻ്റെ നാവിൽ നിന്നും ഇതുപോലെയുള്ള കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി എത്രയോ കൊതിച്ചതാണ് നയന. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നയനയ്ക്ക് ആകെ അങ്ങ് സന്തോഷമാവുകയാണ്. അപ്പോൾ താനൊരു അമ്മയാകാൻ പോകുന്ന ആ ഒരു സന്ദർഭം അധികം ദൂരെയല്ല എന്നിങ്ങനെ ചിന്തിക്കുകയാണ് നയന. പിന്നീട് എല്ലാം കഴിഞ്ഞ് അനാമിക നയനയുടെ ഈ നേട്ടത്തിന് ഒരു ഗിഫ്റ്റ് സമ്മാനിക്കാൻ വരികയാണ്. അപ്പോഴാണ് ദേവയാനിയും ജയനും ഒക്കെ ഇങ്ങനെ ഹാളിലിരിക്കുന്നതും അനാമികയെ പെട്ടെന്ന് ഓടിച്ചെന്ന് ദേവയാനി സ്വീകരിക്കുകയാണ്. എന്നാൽ നയനയുടെ ഈ നേട്ടത്തിന് അഭിനന്ദനം അറിയിക്കാനും ഒരു ഗിഫ്റ്റ് കൊടുക്കാനും കൂടെയാണ് അനാമിക വന്നത് എന്നറിയുമ്പോൾ ദേവയാനിക്ക് ആകെ അങ്ങ് ദേഷ്യമാവുകയാണ്. അവൾക്കങ്ങനെ ഗിഫ്റ്റ് കൊടുക്കേണ്ട ആവശ്യകതയൊന്നുമല്ല. അവളെ ഇവിടുത്തെ മരുമകളായിട്ട് ഞാൻ കണക്കാക്കിയിട്ടുമില്ല. അവൾ ഇവിടുത്തെ വേലക്കാരിയാണ് എന്നൊക്കെ പറഞ്ഞ് അനാമികയുടെ മുമ്പിൽ വെച്ച് നയനയും നവ്യയും ശരിക്കും അങ്ങ് ആക്ഷേപിക്കുകയാണ് ദേവയാനി. അവളുമാർ നേരായ മാർഗത്തിലൂടെ അല്ല ഇവിടുത്തെ മരുമകളായിട്ട് കടന്നു വന്നത്. ഇവിടുത്തെ മരുമകളായിട്ട് എല്ലാ പ്രൗഢിയോടും കൂടി കടന്നു വരാൻ പോകുന്നത് അനാമികയാണ്. അതുകൊണ്ട് അനാമികയ്ക്കാണ് ഞാൻ മുൻതൂക്കം തരാൻ പോകുന്നത്. ആദർശ് അങ്ങനെയാണോ അതേപോലെ തന്നെയാണ് എനിക്ക് അനിയും. അതുകൊണ്ട് 1ാം സ്ഥാനം ഞാൻ അനാമികയ്ക്ക് തന്നെയാണ് തരുന്നത് എന്നൊക്കെ പറഞ്ഞ് അനാമികയുടെ മുമ്പിൽ വെച്ച് നയനയും നവ്യയും ഒക്കെ അങ്ങ് അടച്ചാക്ഷേപിക്കുകയാണ്. ഇത് കേട്ടതും മൂർത്തി മുത്തശ്ശൻ ഇങ്ങനെ ഇറങ്ങി വരികയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എല്ലാം ഞാൻ കേട്ടു എന്നും പറഞ്ഞിങ്ങനെ വന്നിട്ട് ദേവയാനിയെ കണക്കിനിട്ടങ്ങ് ഉപദേശിക്കുകയാണ്. അത് അനാമികയ്ക്കും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോഴാണ് അനാമികയുടെ മറ്റൊരു മുഖം നമ്മൾ കാണുന്നത്. എന്ന് വെച്ചാൽ ഞാനൊന്ന് വരട്ടെ, അനന്തപുരി പൊളിച്ചടുക്കും. നന്ദുവിൻ്റെ പ്രശ്നം വെച്ച് തീർത്താൽ തീരാത്ത പകയുമായിട്ടാണ് അനാമിക അനന്തപുരിയിലേക്ക് വരുന്നത്, പ്രത്യേകിച്ച് നയനയോടും നവ്യയോടും. അപ്പോൾ മുത്തശ്ശൻ ഇങ്ങനെ വന്ന് നയനയെ സപ്പോർട്ട് ചെയ്ത് ദേവയാനിയെ വഴക്ക് പറയുമ്പോൾ അനാമികയ്ക്ക് ഏകദേശം അവിടുത്തെ ആ ഒരു ചിട്ടകളും മറ്റുമൊക്കെ മനസ്സിലാവുകയാണ്. അപ്പോൾ അതുകൂടി ആയപ്പോൾ നയനയെ ദേവയാനി ഒഴികെ മറ്റെല്ലാവരും പുകഴ്ത്തുന്നതും കൂടെ കണ്ടപ്പോൾ അനാമിക വീണ്ടും നയനയോട് അങ്ങ് കലിപ്പ് കൂടുകയാണ്. അനന്തപുരിയിലെ ഈ നിയമങ്ങളൊക്കെ പൊള്ളിച്ചടുക്കുമെന്ന രീതിയിലാണ് അനാമിക അവിടെ നിന്ന് ഇറങ്ങുന്നത്. പിന്നീട് ദേവയാനി പറഞ്ഞ വാക്കുകൾക്കെല്ലാം ആദർശിന് ദേഷ്യം വരുന്നുണ്ടെങ്കിലും ആദർശ് ഒരക്ഷരവും ദേവയാനിയോട് മിണ്ടുന്നില്ല. പക്ഷേ വാ നയനയെന്നും പറഞ്ഞ് നയനയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോകുകയാണ്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്.